ഇവിടെ ഒരുത്തൻ അവന്റെ ബോസ് അറിയാതെ ഒരു അലമാരയിൽ പോയി ഒളിക്കുകയാണ്. എന്നാൽ അതൊരു വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ വെച്ച അലമാരയായിരുന്നു. ഇപ്പോൾ ഇവൻ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഇവൻ ആ വീടിന്റെ ബെഡ്റൂമിലായിരുന്നു. അങ്ങനെ ആരും കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇവൻ പ്ലാൻ ചെയ്യാണ്. എന്നാൽ ആ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് അവിടെ താമസിക്കാമെന്ന് കരുതാണ്. തൊട്ടടുത്ത ദിവസം ആ വീട്ടിലുള്ളവരെല്ലാം ജോലിക്ക് പോയപ്പോൾ ഇവൻ പുറത്തു വന്ന് ഇവൻ ആവശ്യമുള്ളതെല്ലാം കഴിച്ച് ബാക്കിയുള്ളവരുടെ പ്ലേറ്റ് കൂടി ചേർത്ത് വെച്ച് കഴിയുകയാണ്. അതിനുശേഷം ആ അലമാരയുടെ ബാക്കിലുള്ള കുറച്ച് സ്പേസിൽ ഒരു ചെറിയ റൂം പോലെയാക്കി അവിടെ താമസിക്കുകയാണ്. ഡെയിലി വീട്ടുകാർ ഉറങ്ങുന്ന ടൈമിൽ ഇവൻ വെളിയിൽ വന്ന് ബാത്റൂമിൽ പോയി ഇവന്റെ കാര്യങ്ങളൊക്കെ സാധിക്കും. ഇതേപോലെ ഇവൻ ഈ വീട്ടിൽ മാസങ്ങളോളം ചിലവഴിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആ വീട്ടിലെ ലേഡി ആ അലമാര വന്നതിൽ പിന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും ആ അലമാരയിൽ മരിച്ചുപോയ തന്റെ ചേട്ടന്റെ ആത്മാവുണ്ടെന്ന് കരുതി ആ അലമാരയുടെ അടുത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. കാരണം ഈ ലേഡിയുടെ ചേട്ടൻ ചെറുപ്പത്തിൽ അലമാരയുടെ ഉള്ളിൽ പെട്ട് ശ്വാസം കിട്ടാതെ മരിച്ചതായിരുന്നു. എന്നാൽ ഇതിന്റെ ബാക്കിൽ ആ ചങ്ങായിയാണെന്ന് ഈ ലേഡിക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഇവൻ രാത്രി സാധാരണ ബാത്റൂമിലേക്ക് പോകുന്ന പോലെ പോവായിരുന്നു. എന്നാൽ സെയിം ടൈമിൽ ആ വീട്ടിലെ ലേഡിയും ബാത്റൂമിലേക്ക് പോവായിരുന്നു. അവിടെ വെച്ച് ആ സ്ത്രീ ഇവനെ കാണുകയും ഇവൻ കള്ളനാണെന്ന് കരുതി കൈയോടെ പിടികൂടുകയും ചെയ്യാണ്.